ഹലോ, ഞാൻ റിജോസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസിഡ് മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പം ദയവേത് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരിക്കൽ കൂടി ഇത് പറയുന്നതാണ്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ 10 ക്വസ്റ്റ്യൻ ബാങ്ക് ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻ ബാങ്ക്. ഇതിലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്സ് ആണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന ടോപ്പിക്സ് അല്ല, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഈ മോഡല് ഞാൻ ഒരു കാര്യം ഇവിടെ പറയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പറയാ, ക്യാമറയുടെ ക്ലാരിറ്റി ഒക്കെ പോയിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ മാത്രമല്ല, കുറെ വീഡിയോസ് ആയിട്ട് ഇപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോകുന്നുണ്ട്. അത് നമ്മളെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചില ഭാഗങ്ങളിൽ ചില ടോപ്പിക്സ് ഒക്കെ വരുമ്പോ ഇപ്പൊ ആണെങ്കിലും നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ക്യാമറയുടെ ക്ലാരിറ്റി പോണ ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പൊ ദയവേത് ക്ഷമിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം പറയാണ്. പ്രധാനപ്പെട്ട കാര്യം ആയതുകൊണ്ടാണ് ഞാനത് ഇപ്പൊ പറയുന്നത്, അല്ലെങ്കിൽ ശരിയാവില്ല. യൂട്യൂബൊക്കെ ആയതുകൊണ്ട് കമന്റ്സും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അതേ സമയത്ത് തന്നെ പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ പറഞ്ഞത്. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ CSITക്ക് വരും നമുക്ക് പ്രതീക്ഷിക്കാം. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നമ്മൾ പറയുന്നുള്ളൂ. ശരിക്കും സമയം പോകുന്ന പരിപാടിയാണെന്ന് പറയാം. നിവർത്തിയില്ല. നിങ്ങൾക്കൊന്ന് ഓർമ്മയിൽ വരുത്താൻ വേണ്ടി നമ്മളൊന്ന് വീഡിയോയിൽ ഇതൊന്നും കാണിക്കണമെന്നുള്ളൂ. ഇതിപ്പോ ഇങ്ങനെ മാത്രം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ട് കാര്യമില്ല, ഡീറ്റെയിൽ ആയിട്ട് പറയണം. എന്നാലും കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു നോക്കണം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞേക്കുന്നത് കഴിഞ്ഞ വീഡിയോയിലാണല്ലോ. വീഡിയോസ് ഒക്കെ തുടർച്ച ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് ഇത്രയെങ്കിലും പറഞ്ഞു പോവാന്ന് വിചാരിക്കുന്നത്. ഓൾറെഡി എക്സ്പ്ലനേഷനും വളരെ കുറവാണ്. ഇതെങ്കിലും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അല്ല, പറഞ്ഞില്ലെങ്കിൽ എന്നല്ല, നമ്മുടെ വീഡിയോയിൽ ഇത് കുറച്ചുകൂടി നല്ല രീതിയിൽ കാണിച്ചു പോയില്ലെങ്കിൽ ശരിയാവില്ല.
ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇനി 146 മുതലാണ് നമ്മൾ പറയാൻ പോകുന്നത്. 146 മുതൽ നമ്മൾ തുടങ്ങിയാണ് ഈ വീഡിയോയിൽ. അപ്പൊ നമ്മൾ ഫസ്റ്റിനെ പറഞ്ഞതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്പേഴ്സ് ആണെങ്കിലും ഒരു പക്ഷെ തെറ്റ് വരാൻ, നമ്പേഴ്സ് ഒക്കെ വരുന്ന വിഭാഗത്തിൽ പ്രത്യേകമായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അപ്പൊ അത് ദയവായി നിങ്ങൾ ക്ഷമിക്കുക. എന്ന് വെച്ചാൽ അത് എടുത്ത് പറഞ്ഞാൽ ശരിയാവില്ല, അല്ലെങ്കിൽ കമന്റ്സും കാര്യങ്ങളൊക്കെ വരും. ചില ഭാഗങ്ങൾ നമ്മൾ പറയേണ്ടതായിട്ട് വരും, അതായിരിക്കും അതിന്റെ ശരി. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാം ദയവേത്. നമുക്ക് 146 ആണ് പറയാനുള്ളത്. അതിലെ ക്വസ്റ്റ്യൻസില് 146 extinction of a weaker species by an aggressive alien species is the result of a endemism of weaker species, B habitat loss, C the domino effect, D all of the above. Answer A endemism of weaker species. Answer A endemism of weaker species. At the 147, feminine may strike anywhere in the world. However, today, feminine is mostly found in A. Australia, B. Central America, C. Africa, D. North America. Answer B. Central America. 148. First International Convention on Environment was held in A. New Delhi, B. New York, C. Stockholm, D. Geneva. Answer C. Stockholm. At the 149, fog is a component of the A. Hydrosphere, B. Biosphere, C. Atmosphere, D. Lithosphere. Answer C. Atmosphere. 150, fog is more likely to form when air temperatures are A. colder than the surrounding land, B. warmer than the surrounding land, C. the same as the surrounding land, D. rising. Answer A. colder than the surrounding land. At the 151, for more than 20 years, scientists have been analyzing expected climate change and the impact on crops grown in particular regions. For example, states that typical plant corn and soybeans may need to switch to growing cotton. Such a change in an example of for more than 20 years, scientists have been analyzing expected climate change and the impact on crops grown in particular regions. For example, states that typically plant corn and soybeans may need to switch to growing cotton. Such a change is an example of A. mitigation, B. a cap and trade policy, C. adoption, destabilization wedge. Answer C. adoption. Answer C. adoption. 152. Forests that experience high level of acid precipitation expose trees to soil that has A. less dissolved calcium and aluminium, B. more dissolved calcium and aluminium, C. more dissolved calcium but less dissolved aluminium, D. less dissolved calcium and more dissolved aluminium. Answer D. less dissolved calcium and more dissolved aluminium. Answer D. less dissolved calcium and more dissolved aluminium. 153. Fresh water becomes polluted A. by soil pills in ocean water moving inland, B. primarily by contaminants from aquifers moving to surface waters, C. as a result of eutrophication, D. from runoff associated with the urban areas, chemicals used in farming in rural areas. Answer D. from runoff associated with the urban areas, chemicals used in farming in rural areas. Answer D. from runoff associated with the urban areas, chemicals used in farming in rural areas. 154. From 1990 to 2006, what region of the world was able to reduce its GHGs? A. United States, B. European Union, C. Australia, D. Canada. Answer B.
European Union. Answer B, European Union. 155. Gases such as nitrous oxide and carbon dioxide are called greenhouse gases because A. They block specific wavelength of sunlight from penetrating. B. They block sunlight from reaching the earth. C. They block both sunlight and heat energy from penetrating the atmosphere. D. These gases permit sunlight to enter but trap the heat energy in the atmosphere. Answer A. They block specific wavelength of sunlight from penetrating. 156. Generating electricity with a windmill located next to a home. A. Is more efficient than transmitting electricity over long distances. B. Is less efficient than at a distance because the wind draws heat away from the home. C. Increase the energy lost according to the second law of thermodynamics. D. Depends upon a hydro turbo generator spinning a magnetic field within copper wire. Answer A. Is more efficient than transmitting electricity over long distances. 157. Global climate change may increase the number of worldwide famines by A. Shifting the types of crops grown in a region. B. Causing the spread of infectious disease. C. Increasing the number of droughts in the world. D. Recurring the use of alternative forms of energy. Answer C. Increase the number of droughts in the world. At the 158. Global climate change threatens coral reefs by A. Decreasing the temperature and increasing the pH of the oceans. B. Decreasing the temperature and the pH of the oceans. C. Increasing the temperature and decreasing the pH of the oceans. D. Increasing the temperature and the pH of the oceans. Answer C. Increasing the temperature and decreasing the pH of the oceans. Answer C. Increasing the temperature and decreasing the pH of the oceans. 159. Global documentation of pesticide poisoning. A. Reveals a dramatic decline in cases in the last 5 years due primarily to WHO standards. B. Reveals a dramatic increase in cases in the last 10 years as more pesticides are used. C. Indicates an increase in herbicide but not pesticide poisoning. D. Is not occurring and no official data can be tracked for trends. Answer D. Is not occurring and no official data can be tracked for trends. 160. Globalization has helped to address which of the following problems? A. The dispersion of exotic species to new locations in the world. B. The spread of infectious organisms. C. The challenges of producing enough food for the people of the world. D. Global climate change. Answer C. The challenges of producing enough food for the people of the world. Answer C. The challenges of producing enough food for the people of the world. അടുത്ത 161. Globally genetically modified crops are being used. A. Increasingly in developed nations but rarely in developing nations. B. Increasingly in developing nations but rarely in developed nations. C. Increasingly in developing and developed nations. D. Less in developing and developed nations. Answer A. Increasingly in developed nations but rarely in developing nations. At the 162. Good health in the modern world with a few cases of bacterial infection is largely the result of A. The development and widespread use of new immunizations. B. Clean water supplies and proper treatment of sewage. C. Widespread use of bleach.
antibiotics and antibacterial soaps. D. Frequent bathing and washing of clothing and dishes. Answer B. Clean water supplies and proper treatment of sewage. A. The development and widespread use of new immunizations. B. Clean water supplies and proper treatment of sewage. C. Widespread use of bleach, antibiotics and antibacterial soaps. D. Frequent bathing and washing of clothing and dishes. Answer B. Clean water supplies and proper treatment of sewage. അടുത്ത 163. Groundwater as a water source may be better than surface water because A. Groundwater may be naturally purified by percolation through soil. B. Groundwater is a self-replenishing resource that cannot be exhausted. C. Surface water is not naturally self-replenishing. D. Groundwater is more easily located than surface water. Answer A. Groundwater may be naturally purified by percolation through soil. 164. Harmful algal blooms appear to be linked to unusually high levels of nutrient pollution. Which of the following is the most likely source of nutrient pollution in a river drainage system associated with an algal bloom? A. A coal-fired power plant. B. A nuclear power plant. C. Chicken and hog farms. D. A large shopping mall. Answer C. Chicken and hog farms. അടുത്തത് 165. Health problems associated with indoor air pollution in developing countries is most commonly associated with A. Chlorine gas released from tap water. B. The use of biofuels for cooking and heating. C. Poor hygiene and sanitation inside the home. D. The widespread use of pesticides to control disease vectors. Answer B. The use of biofuels for cooking and heating. Answer B. The use of biofuels for cooking and heating. 166. Heavy metals can quickly move through ecosystems because they are soluble in water. B. Quickly dissolve in the fats of animals. C. Quickly become incorporated into sugars and starch. D. Easily clump together and bind tightly to soil components. ഇതിൽ നമ്മൾ ലാസ്റ്റ് ഡി എന്നുള്ളത് നമ്മൾ തെറ്റ് ചെയ്തേക്കുന്നതാണ്, അത് വെട്ടിട്ടേക്കുന്നതാണ്. അത് ശരിക്കും നമ്മൾ ആദ്യം ആൻസർ എന്ന് വെച്ചിട്ട് നമ്മൾ അത് ടിക്ക് ചെയ്തു, എന്നിട്ട് പിന്നെ നമ്മൾ വെട്ടിയേക്കുന്നതാണത്. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക, ശരിക്കുള്ള ആൻസർ എ ആണ്, സോളുബിൾ ഇൻ വാട്ടർ. രണ്ടത് കാണുമ്പോൾ കൺഫ്യൂഷൻ വരുമല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ ആൻസർ എ ആർ സോളുബിൾ ഇൻ വാട്ടർ. അടുത്തത് 167. How has converting grasslands to plowed land changed the streams and rivers in the affected watersheds? A. Flooding has decreased. B. Fertilizers are more likely absorbed into the soil. C. The water table has been lifted. D. Water flow has increased. Answer D. Water flow has increased. 168. How was agriculture changed about 300-500 years ago? A. New fertilizers were developed that greatly increased productivity. B. Widespread use of plowing caused tremendous degradation of soils. C. New crops and animals were introduced from distant lands. The human population became more dependent on seafood foods. Answer C. New crops and animals were introduced from distant lands. 169. Human interactions between wildlife, homes and highways. A. Has never really been a problem. B. A. Has never really been a problem.
B is an increasing problem as humans populations increase and spread. C has declared as the populations of most animals near humans as plummeted. D has largely been addressed by expanding hunting seasons and limits. Answer B is an increasing problem as humans populations increase and spread. അടുത്തത് 170. Human population began to rise rapidly following A. the end of World War I, B. the period known as Black Death, C. the end of the 20th century, D. the Industrial Revolution. Answer D. the Industrial Revolution. A. the end of the World War I, B. the period known as Black Death, C. the end of the 20th century, D. the Industrial Revolution. Answer D. the Industrial Revolution. 171. Humans are the targets for improving the quality of the environment and generating sustainable ecosystems because A. as a species we consume a disproportionate amount of resources by comparison to any other group of living organisms. B. only humans can correct the issues created by other organisms. C. we have the ability to reverse the destructive trends that have been created by human activity. D. A and C are correct. Answer D. A and C are correct. Answer D. A and C are correct. A. as a species we consume a disproportionate amount of resources by comparison to any other groups of living organisms. C. we have ability to reverse the destructive trends that have been created by human activity. Answer D and C are correct. അടുത്തത് 172. Humans have contributed to habitat destruction by A. clearing land and use of chemicals for farming, B. producing greenhouse gases through use of fossil fuels, C. exploitation of land and water for mining of scarce resources, D. all of the above. Answer D. all of the above. Answer D. all of the above. അടുത്തത് 173. Humans often manipulate the environment in ways that decrease the overall ecosystem capital because A. short-term gains are often local while long-term losses in regulating and cultural services are experienced regionally. B. short-term gains are often regional while long-term losses in regulating and cultural services are experienced locally. C. long-term gains are often local while long-term losses in regulating and cultural services are experienced regionally. D. long-term gains are often regional while short-term losses in regulating and cultural services are experienced locally. Answer A. short-term gains are often local while long-term losses in regulating and cultural services are experienced regionally. At the 174, hundreds of millions of years ago, when fossil fuels were formed, large amounts of hundreds of millions of years ago, when fossil fuels were formed, large amounts of A. carbon dioxide were trapped underground. B. nitrogen were trapped in rocks during extensive volcanic activity. B. nitrogen were trapped in rocks during extensive volcanic activity. C. sodium were used to form ancient fossils, seashells and limestone. D. phosphate gas were added to the atmosphere through erosion and evaporation. Answer A. carbon dioxide were trapped underground. Answer A. carbon dioxide were trapped underground.
175 hydroelectric power. A. Hydroelectric power. A. Generally accuse the construction of dams. B. Does not contribute to global warming. C. Is a renewable source of energy. D. All of the above. Answer D. All of the above. Answer D. All of the above. At the 176. If a cold front moves into a moist region, A. Humidity will likely decrease. B. The chances of precipitation will increase. C. Evaporation will increase. D. Photosynthesis will increase. Answer B. The chances of precipitation will increase. Answer B. The chance of precipitation will increase. 177. If a plowed warm field were converted back to natural grassland, we would expect that A. Flooding would be more common in the related watershed. B. More pollutants would flow into the watershed. C. Erosion of the soil would decrease. D. Less water would be retained in the groundwater reservoir. Answer C. Erosion of the soil would decrease. Answer C. Erosion of the soil would decrease. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കാന് ക്യാമറയുടെ ക്ലാരിറ്റി പോയി. നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. നമുക്ക് എന്തായാലും 177 വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുവരെ പറഞ്ഞതൊക്കെ. അപ്പൊ എന്തായാലും വീഡിയോ നമുക്ക് കുറെ കൂടി ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഇനി നടക്കില്ല. ഏകദേശം ഒരു നമ്മള് ഇന്നിപ്പോ രാത്രിയാണ് വീഡിയോ എടുക്കുക എന്നുള്ള പ്രത്യേകത ഉണ്ട്. നമ്മൾ ഏകദേശം 1 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പൊ ഏകദേശം 1:45 ആവാറായി. എന്തായാലും അത്രയും ടൈം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് എന്തായാലും ചെയ്തേക്കുന്നത്. അപ്പൊ എന്തായാലും ക്യാമറയുടെ ക്ലാരിറ്റി പോയി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കാണ്. എന്തായാലും ഇങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. നമ്മൾ വീഡിയോ ഇപ്പോൾ ഇതിന് മുന്നുള്ള വീഡിയോസിലൊക്കെ ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ തന്നെ ക്ലാരിറ്റി പോയിരുന്നു. പിന്നെ ഇതിന് മുന്നേ നമ്മൾ ഇപ്പൊ ഈ വീഡിയോ ചെയ്യണേക്ക് മുന്നേ നമ്മൾ ഒരു വീഡിയോ എടുത്തിരുന്നു. അത് 1/2 മണിക്കൂറോളം നമ്മൾ എടുത്തിരുന്നു. അപ്പൊ ലാസ്റ്റ് ഭാഗത്ത് ഇതുപോലെ തന്നെ ക്ലാരിറ്റി പോയ ഒരു അവസ്ഥയായി ക്യാമറയുടെ. അത് കാരണം നമ്മൾ അതിന് ശേഷം അത് നമ്മൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ നമ്മൾ എടുത്തതെന്നുള്ള പ്രത്യേകതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു പക്ഷേ കണ്ടിന്യൂ ചെയ്ത് പോവായിരുന്നു. വീഡിയോ എടുത്ത് എന്താ പറയാ, ടൈം നമുക്ക് വേസ്റ്റ് ആവില്ലായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ പറയുന്ന ടോപ്പിക്സ് പറയാം. എന്തായാലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് ക്ഷമിക്കുക, സഹകരിക്കുക. അത്രയ്ക്ക് നമുക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ഒരു ആത്മാർത്ഥമായ സ്നേഹവും സഹകരണവും ഒക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തായാലും 178 മുതൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കാണ്. അടുത്ത വീഡിയോയിലുള്ള ടോപ്പിക്സ് അല്ല, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വീഡിയോ എടുക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നു തോന്നുന്നു. നമ്മൾ വീഡിയോ എല്ലാ ദിവസവും അത്യാവശ്യം എടുക്കാറുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആവാം. കൂടുതൽ യൂസ് വരുന്നോണ്ടായിരിക്കാം ചിലപ്പോൾ ഇതോ രീതിയിലോട്ടൊക്കെ ആവുന്നത്. റീസ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എന്നിട്ടും കാര്യമില്ല. ഇതൊക്കെയാണ് നമ്മള് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇങ്ങനെ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നത്. എന്തുമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്കറിയില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥ ചെയ്തോണ്ട്. ദയവേതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്കറിയില്ല. അപ്പൊ ഇതിങ്ങനെ ഒരു മൂവ്മെന്റ് പോലെയാണിത്. എന്താ പറയാ, വീഡിയോയില് ഒരവസ്ഥ എന്ന് പറയുന്നത്.
ഇതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകളൊക്കെ സംഭവിച്ചുകൊണ്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലേ, ക്യാമറയുടെ അവസ്ഥ നമ്മൾ പറഞ്ഞിരുന്നു. കുറെ വീഡിയോസ് ആയിട്ട് ഇപ്പൊ ഇതേ അവസ്ഥ തന്നെയാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്തായാലും മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ പിന്നെ ഇതൊക്കെ എടുത്തു പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, കമന്റ്സും കാര്യങ്ങളൊക്കെ വരും യൂട്യൂബില് നമ്മുടെ വീഡിയോന്റെ താഴെ. അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പ്രാധാന്യം എടുത്ത് പറയുന്നത്. നമുക്ക് ഈ രീതിയിലേ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുള്ളൂ. പരമാവധി നമ്മൾ ക്യാമറയുടെ ക്ലാരിറ്റി നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷെ അത് എന്താ പറയാ, അപ്പൊ എത്ര തന്നെ നമ്മൾ ചെയ്യാൻ നോക്കിയിട്ടും ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പൊ വരുന്നത്. കുറെ വീഡിയോസ് നമ്മൾ ഇതേ രീതിയിലായിപ്പോയി. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ഓൾറെഡി ഒന്നില്ലെങ്കിൽ ആ വീഡിയോ തന്നെ പറയും, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ വീഡിയോസും നമ്മളിത് എടുത്ത് പറയാറുണ്ട്. ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ നിലനിൽക്കുന്ന പറയാം ഈ ക്ലാരിറ്റിയുടെ ഒരു അവസ്ഥ. പറയാണ്ടിരിക്കാനാവില്ല, കാരണം ഇതിപ്പോ ഒരു എന്താ പറയാ, നമുക്കൊരു താല്പര്യമാവില്ല ഇത് കാണുമ്പോ. പക്ഷെ ഞാൻ എന്ത് തന്നെ ആയാലും നമ്മൾക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിലല്ലേ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ബാക്കിയുള്ള നിങ്ങൾ വീഡിയോ കാണുന്നവര് ദയവായി എന്താ പറയാ, എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണ്. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ സോങ്സ് മിക്സ് ചെയ്ത് വീഡിയോ എഡിറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കോൺസെൻട്രേഷനെ എഫക്ട് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. മ്യൂസിക് നമ്മൾ മിക്സ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ദയവേത് എല്ലാവരും ക്ഷമിക്കുക, അത്ര നമുക്ക് പറയാനുള്ളൂ. നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് പറ്റില്ല. നമ്മൾ എല്ലാ വീഡിയോസും എഡിറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു അവസ്ഥ നമ്മൾ എഡിറ്റിങ്ങിലൂടെ മാറ്റാൻ ശ്രമിക്കാൻ നോക്കും പരമാവധി. ഈ എഫക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ എഡിറ്റർ യൂസ് ചെയ്ത് നമ്മൾ ചെയ്തു നോക്കും. എന്നാലും ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല, ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും നമ്മൾ പരമാവധി ഇത് എന്താ പറയാ വീഡിയോയിൽ വരുത്താതിരിക്കാൻ നോക്കും. എന്നാലും കുറച്ചൊരു വീഡിയോനൊരു കുറച്ചെങ്കിലും ഒരു ഇത് വരുമല്ലോ, എന്തെങ്കിലും ഒരു ചേഞ്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യാറുണ്ട്, എഫക്ട്സ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അത് വെച്ച് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പരിശ്രമിക്കും. അത്രയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആണ്. ഇപ്പൊ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പൊ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഒരു കാരണവശാലും മറന്നു പോകരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ നമുക്ക് പറയാം. നമുക്ക് എല്ലാ കാര്യങ്ങളും നേരിട്ട് പറയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കില്ല. അതുകൊണ്ട് ഒട്ടുമിക്ക കാര്യങ്ങളും കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ ഈ പറയണ കാര്യങ്ങളും നമ്മൾ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും എന്തായാലും, കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് നേരിട്ട് പറയണം എന്നുള്ള താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ സമയം ഇതിനു വേണ്ടി മാറ്റി വെച്ച് പറയണമെന്നുള്ളൂ. അല്ലെങ്കിൽ ശരിയാവില്ല. കാരണം യൂട്യൂബ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുത്ത് പറയേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ എടുത്ത് പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്തൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. എന്നാലും എനിക്കതൊരു സാറ്റിസ്ഫാക്ഷനും കാര്യമൊക്കെ അങ്ങനെ പറഞ്ഞാല് എനിക്ക് ലഭിക്കുള്ളൂ എന്ന് തന്നെ പറയാം. എന്താ പറയാ, നമുക്കൊരു നല്ലൊരു വീഡിയോ ചെയ്തെന്നുള്ളൊരു സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം തുറന്നു പറഞ്ഞു പോകണം വീഡിയോയില്, എന്നാലേ ശരിയാവുള്ളൂ. അപ്പൊ കൂടുതലും നമ്മൾ വീഡിയോസിലെ എന്താ പറയാ തെറ്റുകൾ കാര്യങ്ങൾ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ എടുത്ത് പറയണത്. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നല്ലൊരു റെസ്പോൺസ് ഉണ്ടാവുന്നും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും. കാരണം ഇപ്പൊ ഇതിന് മുന്നുള്ള വീഡിയോസ് എടുത്താൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ വീഡിയോ ബേസ് ചെയ്തിട്ടല്ല ഞാൻ പറയണത്, മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിലൊക്കെ നമുക്ക് പറയാണ്ട് പറ്റില്ല. അതുപോലെ തന്നെ ക്യാമറയുടെ ക്ലാരിറ്റി, അത് മാത്രമല്ല ചില വീഡിയോസിൽ നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല ചില ടോപ്പിക്സിനൊക്കെ. അങ്ങനെ കുറെ പ്രത്യേകതയായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തേക്കുന്നത്. പിന്നെ അതുകൂടാത്തതിന് നമുക്ക് കുറെ വീഡിയോസ്, അത് ഇപ്പോഴും നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ അല്ല, കുറെ മാസങ്ങൾക്ക് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒക്കെയാണ്. അപ്പൊ ആ വീഡിയോസിലൊക്കെ ലാസ്റ്റ് ഭാഗമൊന്നും ഇപ്പൊ നമുക്ക് പറയാനേ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ എഡിറ്റിംഗ് അറിയില്ല. അപ്പൊ അത് കാരണം എഡിറ്റിംഗ് ഒക്കെ നമുക്ക് പഠിച്ചേ വരുന്നുള്ളൂ. നല്ല രീതിയിൽ നമുക്ക് എഡിറ്റിംഗ് അറിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് സത്യ കാര്യമാണ്. അപ്പൊ നമ്മള് ലാസ്റ്റ് ഭാഗത്തൊന്നും നമ്മൾ എഡിറ്റിംഗ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ ടാൻസ് ഒന്നും പറയാണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്ന് ഒരുപാട് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒന്നും വിജയിച്ചില്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ വീഡിയോസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത്
ഒന്നിൽ ഈ വീഡിയോയിലായിട്ടും ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിലൊക്കെ ആയിട്ട് എടുത്ത് പറയുന്നത്. കാരണം പറയാതെ പറ്റില്ല, കാരണം എല്ലാ വീഡിയോസും കണ്ടിന്യൂ ചെയ്ത് പോണ വീഡിയോ ആണ് എല്ലാനും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടും അല്ലെങ്കിൽ മുന്നേ ചെയ്ത വീഡിയോ ആണെങ്കിലും എല്ലാത്തിനെയും ബേസ് ചെയ്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് കംഫർട്ടബിൾ ആയിരിക്കും എല്ലാം കൊണ്ടും. അതുകൊണ്ടാണ് ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ കൂടുതലും ആഗ്രഹിക്കുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾ ദയവായിട്ട് എന്താ പറയാ മനസ്സിലാക്കുക എന്ന് എനിക്ക് പറയാൻ താല്പര്യമുള്ളൂ. പിന്നെ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നും നമ്മൾ പറയുന്നില്ല. അത് നിങ്ങളുടെ താല്പര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഒരിക്കലും എന്താ പറയാ എൻ്റെ ഒരു താല്പര്യം ഞാൻ ഒരിക്കലും ഇവിടെ അറിയിക്കില്ല. ഞാൻ കൂടുതലും വീഡിയോയിലെ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകള് കാര്യങ്ങള് അതൊക്കെ ആയിരിക്കും കൂടുതൽ എടുത്ത് പറയുന്നത്. അതായിരിക്കും എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ബാക്കി ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ നിങ്ങൾ ചെയ്യണം എന്ന് നമ്മൾക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മളത് ആഗ്രഹിക്കുന്നുമില്ല, നമ്മൾക്ക് അങ്ങനത്തെ താല്പര്യം ഇല്ല. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുമ്പോഴാണ് അതൊരു ലൈക്കും സബ്സ്ക്രൈബും ആയിട്ടൊക്കെ നമ്മുടെ വീഡിയോയിൽ അത് കൂടുതൽ സന്തോഷം നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരിക്കലും ഞാനത് പറഞ്ഞ് ചെയ്യിക്കേണ്ട ഒരു കാര്യമല്ല. നിങ്ങളുടെ താല്പര്യപ്രകാരം ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ നിങ്ങൾ വീഡിയോ കാണണം എന്നുള്ള താല്പര്യം എനിക്കുണ്ട്. കാരണം അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇത്രയും ടൈം എടുത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കാണണം എന്നുള്ള താല്പര്യമുണ്ട്. അത് ഞാനവിടെ അറിയിക്കുന്നു ആത്മാർത്ഥമായിട്ട് തന്നെ. ആത്മാർത്ഥമായിട്ട് നിങ്ങളും അത് പ്രതികരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും വേറെ അതിനപ്പുറത്തേക്ക് നമ്മൾ ലൈക്കിനും സബ്സ്ക്രൈബിനും നമ്മൾ അത്ര അത് എന്നുവെച്ചാൽ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ലെന്ന് തന്നെ പറയാം എന്തായാലും. കാരണം എൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോ CCT എക്സാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ വീഡിയോ നല്ല രീതിയിൽ എന്താ പറയാ വാച്ച് ചെയ്യണം, ക്ലാസ്സുകൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു താല്പര്യമാണ് ഞാനിവിടെ അറിയിക്കുന്നത്. വേറെ തരത്തിലുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും നമുക്ക് ഈ വീഡിയോ ചെയ്യണതിന് ഇല്ലെന്ന് തന്നെ പറയാം. കാരണം ചില കാര്യങ്ങൾ താനെ വന്നു ചേരണം, അങ്ങനെയാണ് പറയാ. ഒരിക്കലും നമ്മളൊരിക്കലും ആഗ്രഹിച്ച് നമ്മളൊരിക്കലും വീഡിയോ കാണുന്നവരിൽ നിന്ന് നമ്മൾ ഒരുപാട് നിർബന്ധിച്ച് നമുക്കൊരിക്കലും അത് പിടിച്ചെടുക്കാൻ നമ്മൾക്ക് അത് താല്പര്യമില്ല എന്ന് തന്നെ പറയാം. കാരണം അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. വീഡിയോ കാണുന്നതും വീഡിയോ കാണുന്നതിനെ കുറിച്ച് നമുക്കൊരു അഭിപ്രായം പറയാം. പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്നത് വ്യക്തിപരമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മളത് ഒരിക്കലും പ്രതീക്ഷ വെക്കുന്നില്ലെന്ന് തന്നെ പറയാം. പിന്നെ നമ്മുടെ ഈ ക്ലാസ്സുകൾ ഈ ക്ലാസ്സുകളാണെങ്കിലും ഇനി നമ്മൾ ഇതിനു മുന്നേ ചെയ്ത വീഡിയോ ആണെങ്കിലും ഇനി ചെയ്യാനിരിക്കുന്ന വീഡിയോ ആണെങ്കിലും നല്ലൊരു പ്രതികരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് പ്രതികരണം ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ വീഡിയോ നമ്മൾ വാച്ച് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പ്രതികരണം എന്നുള്ളത് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പൊ അത്രയ്ക്കുള്ളൂ നമുക്ക് CSCT എക്സാം എന്നുള്ള രീതിയിലും ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ വീഡിയോ രാത്രിയാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, രാത്രി നമ്മൾ കുറെ ടൈം എടുത്ത്, കുറെ ടൈമൊന്നുമല്ല, ഒരുപാട് 2.5 മണിക്കൂറിന്റെ വീഡിയോ അല്ല ഇത്. 2.5 മണിക്കൂറിന്റെ വീഡിയോ ആണ് നമുക്ക് ഈ മൈക്ക് വെച്ച് ചെയ്യാൻ പറ്റുന്നത്. അത്ര നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ല, വീഡിയോ ഒക്കെ നമുക്ക് ക്യാമറയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, ക്ലാരിറ്റി പ്രശ്നങ്ങളുള്ളതുകൊണ്ട് സാധിച്ചില്ല 2.5 മണിക്കൂറിന്റെ വീഡിയോ എടുക്കാന്നാണ് വിചാരിച്ചത്. അപ്പം ഏകദേശം ഒരു മണിക്കൂറത്തേക്ക് ഒരു വീഡിയോ അത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 1 മണിക്കൂറോളമായി നമ്മൾ തുടങ്ങിയിട്ട്. അപ്പൊ അത് നിങ്ങൾക്ക് CSCTക്ക് വേണ്ടി എക്സാം എന്നുള്ള രീതിയിൽ ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്, ആത്മാർത്ഥമായിട്ട് തന്നെ. കാരണം നമ്മൾ ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ രാത്രി വീഡിയോ എടുക്കുന്നുണ്ട്. അത് നമ്മൾ എടുത്ത് പറയാറുണ്ട് രാത്രി ചെയ്യുന്ന വീഡിയോ ഒക്കെ ആണെങ്കിൽ. കാരണം നമ്മൾ ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്തുമാത്രം അതിന് ക്വാളിറ്റി കാര്യങ്ങള് നമ്മൾക്ക് അത് നമുക്ക് എന്താ പറയാ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്കത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിക്ക് അത് കണ്ടു നോക്കി അവർക്കത് ഉപകാരപ്പെടണം വീഡിയോ, എന്നാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര ടൈം എടുത്ത് വീഡിയോ ചെയ്യുന്നതുകൊണ്ടും കാര്യമില്ല. അത് എൻ്റെ മാത്രം അഭിപ്രായം കേട്ടോ, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എൻ്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമാണ്. നമ്മൾ സമയം എടുത്തൊക്കെ വീഡിയോ ചെയ്ത കാരണം കൊണ്ടാണ് നിങ്ങൾക്കത് നല്ല രീതിയിൽ അത് സഹായമാവണം. CSCT എക്സാം ഒക്കെ നിങ്ങൾക്ക് അറിയാം, വളരെ ടഫാണെന്ന് പറയും, എന്നാലും നമ്മൾ മനസ്സ് വെച്ച് നടക്കാവുന്ന കാര്യമുള്ളൂ. അപ്പൊ അങ്ങനത്തെ രീതിയിൽ നമുക്കിത് എന്തുമാത്രം
യൂസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ CSET എക്സാം എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാം. ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒരുപാട് ഹാർഡ് വർക്കും ഒക്കെ വരുന്നൊരു ഒരു സിറ്റുവേഷൻ ആണത്. സിറ്റുവേഷൻ അല്ല, ഒരു വലിയൊരു സാമ്രാജ്യം തന്നെ പറയാം ഈ എക്സാമിന്. അതുപോലത്തെ ഒരു അവസ്ഥയാണ്. ഒരു ചെറിയൊരു ടൈം കൊണ്ട് കടന്നു പോകുന്നൊരു എക്സാമോ കാര്യങ്ങളോ അല്ല. അപ്പം ആ ഒരു രീതിയിൽ ഇത് വീഡിയോ എല്ലാ രീതിയിലും ഹെൽപ്ഫുൾ ആയിരിക്കണം എന്നുള്ളൊരു ഒറ്റ പ്രതീക്ഷ നമുക്കുള്ളൂ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പിന്നിലും എല്ലാം, ഇതിനു മുന്നേ ചെയ്ത വീഡിയോ ആണെങ്കിലൊക്കെ. അപ്പം അത്രയും പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കണം എന്തായാലും. അപ്പം എന്തായാലും നല്ലൊരു CSET എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. ഞാനിപ്പോൾ ഇത്രയും സംസാരിച്ച വേറൊന്നും കൊണ്ടല്ല, ഒന്ന് ക്യാമറയുടെ ക്ലാരിറ്റി പോയി, അതാണ് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. പിന്നുള്ള കാര്യം നിങ്ങളോട് ഇത്രയും കാര്യങ്ങളൊക്കെ പറയണമെന്ന് തോന്നി. എല്ലാ രീതിയിലും അത് പറഞ്ഞേ പറ്റൂ. കുറെ കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു പറയണം എന്നുള്ളത്, അതുകൊണ്ടേ പറഞ്ഞെന്നുള്ളൂ. അതൊക്കെ നിങ്ങൾ ദയവായിട്ട് മനസ്സിലാക്കുമല്ലോ. എന്തായാലും എനിക്ക് ഈ പറയാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. അപ്പം എന്തായാലും നല്ലൊരു CSET എക്സാം എല്ലാവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. CSETക്ക് വേണ്ടി ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കുക, നന്നായിട്ട് താല്പര്യപ്പെട്ട് പഠിക്കുക. അപ്പം എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ, ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.